ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ വെറുതെ ഒന്ന് സംസാരിക്കാനായിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ വീഡിയോ ആയിട്ടോ അങ്ങനെയൊന്നും വന്നതല്ല. ഒരു സമാധാനം, ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. നിങ്ങളോടൊന്ന് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നവംബർ 29 14 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. 14ാമത്തെ വിവാഹ വാർഷികമായിരുന്നു ആഘോഷിച്ചത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ 14 വർഷം നീണ്ടുപോയൊരു അവസ്ഥ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ചിന്തിച്ചെന്ന് വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ചില സമയം ഓർക്കാറുണ്ടേ, ഒരിടത്തും ജയിക്കാത്ത ഒരാളുണ്ടാവുമെന്ന്. അങ്ങനെ 1, 2, 3, 10, +2 അങ്ങനെ ക്ലാസ്സുകളിലല്ല, ജീവിതത്തിൽ ഇങ്ങനെ എവിടെയും എല്ലായിടത്തും തോൽവികളിലൂടെ ജീവിച്ചു വന്ന ആൾക്കാരുണ്ടാവുമോ? ഉണ്ടാവുമായിരിക്കുമല്ലേ, എന്നെ പോലെയൊക്കെ ഉണ്ടാവുന്ന. ഞാൻ എവിടെ എന്ത് ചെയ്താലും പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് ചെയ്താലും അതൊക്കെ എൻ്റെ ലൈഫ് ഇങ്ങനെ. പക്ഷെ ഞാൻ അതിലൊന്നും തളർന്ന് ഇരിക്കുകയല്ല കേട്ടോ. സങ്കടം ഉണ്ടാവും, അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അങ്ങ് പോകും എന്നല്ലാതെ അതിനെ തന്നെ ഓർത്തിരുന്നിട്ട് ജീവിക്കുക അങ്ങനെയൊന്നുമില്ല. ഒന്ന് പോയാൽ ഒന്ന് വരും എന്നുള്ളൊരിതിൽ ഞാനിങ്ങനെ ജീവിക്കുന്നേ ഉള്ളേ. ചില സമയം ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം ഒന്നും അറിയത്തില്ലാത്ത നാട് ഈ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ദുരിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ലൈഫിലുണ്ടായിരുന്നില്ല. കാരണം ഈ അസുഖം അതിനെ ചൊല്ലി അതിനോടുകൂടി ഈ വേദനയും വെച്ചിട്ട് ഇങ്ങനെ അനുഭവിക്കുക. അതിൻ്റെ ഇടയ്ക്ക് മക്കൾ അവരെ നോക്കുക, ചേട്ടൻ്റെ കാര്യം നോക്കുക, വീട്ടിലെ കാര്യം, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും നമ്മളിങ്ങനെ ഒന്നാമത് ചിന്തിക്കാനുള്ള സമയമില്ല. എന്നാൽ പോലും വെറുതെ ഇരിക്കുമ്പോൾ ഒരു ചിന്തയോ വിഷമമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാനിങ്ങനെ തരണം ചെയ്ത് പോകും കേട്ടോ. ആരോടും പറയാറുമില്ല സങ്കടങ്ങളൊന്നും, ആരോടും പറയാറോ അങ്ങനെ ചേട്ടയോട് മാത്രം പറയേ. പിന്നെ ദൈവം എല്ലായിടത്തും പരാജയം തന്നപ്പം ദൈവം ഒരിടത്ത് മാത്രം എന്നെ വിജയിപ്പിച്ചു. നല്ലൊരു കെട്ടിയവനെ തന്നു, നല്ലൊരു ഹസ്ബൻഡിനെ തന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക, ജീവിതം മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു അവസ്ഥ അത് തന്നെയാണ് കേട്ടോ. കാരണം ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ അസുഖമൊക്കെ വരുമ്പോഴേ നമുക്കൊരു സങ്കടം വരില്ലേ പെട്ടെന്ന്. അപ്പം ഞാൻ ചേട്ടനോട് ചോദിക്കുവേ, ചേട്ടാ ഈ എന്നെ മടുത്തോ എന്നെ, അങ്ങനെയൊക്കെ എൻ്റെ ഒരു പൊട്ടബുദ്ധിക്ക് ഞാൻ അങ്ങനെ ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ ചേട്ടനോട് പറയേ, എടി എനിക്ക് അസുഖം വന്നായിരുന്നേ നീ ഇട്ടിട്ട് പോവുമായിരുന്നോ? ഇല്ല. അപ്പം ഞാൻ പറയില്ല, ഒരിക്കലും ഇട്ടിട്ട് പോയല്ലെന്ന്. അപ്പോൾ എന്നോട് പറയാം, അതുപോലെ തന്നെയാണ്, ഒരാൾക്ക് അസുഖം വരുമ്പോൾ മറ്റേ ആൾ നോക്കണം. അധികം ആരോടൊന്നും മിണ്ടാത്തതുകൊണ്ട് ആർക്കും അത്രയ്ക്ക് വലിയ നമ്മളെക്കുറിച്ച് അറിയത്തുമില്ല. അല്ലെങ്കിൽ നമ്മളോട് അധികം വലിയ കമ്പനിക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ അധികം ആരോടും അധികം മിണ്ടില്ല. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പൊതുവേ അങ്ങോട്ട് ഒതുങ്ങി ജീവിക്കാനായിട്ടാണ് നോക്കുന്നത്. കാരണം ഞാനിപ്പോൾ അതേപോലെ തന്നെയാണ്. യൂട്യൂബിൽ വീഡിയോ ഇടുന്നു, വേറെ ഒരു ലോകമായിട്ട് വേറെ കമ്പനി അങ്ങനെ ഒന്നുമില്ലേ. കൂട്ടുകാരുണ്ട്, കുറച്ച് പേരുണ്ട്, അവരെന്നും വർത്തമാനം പറയും, മിണ്ടും, വിളിക്കും, അവരോട് സംസാരിക്കും കുറച്ച് നേരം എന്നല്ലാതെ. പിന്നെ എൻ്റെ വീട്, പിന്നെ ഈ യൂട്യൂബിൽ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെയല്ലാതെ വേറൊരു പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കും, മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ അടികളും നമ്മളെ തളർത്തിക്കളയും. അപ്പം നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വിഷമങ്ങൾ ഉണ്ടായില്ലല്ലോ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാട്ടോ. അപ്പം നീ എന്തിനാ ഇവിടെ വന്നിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാവരും കാണണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കിങ്ങനെ കാണാൻ ഇഷ്ടമില്ലേ, നിങ്ങൾ കാണണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ പിന്നെ അസുഖങ്ങൾ, ഈ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ സമയത്തും ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് നെഞ്ചിടിപ്പാണ്. എന്തായിരിക്കും, എന്തവസ്ഥയാണ്, എന്തൊരവസ്ഥയാണ്, എനിക്ക് മാത്രമല്ല ഇങ്ങനെയുള്ളൂ, എനിക്ക് മാത്രമല്ല ഇങ്ങനെയുള്ളൂ എന്നുള്ളൊരിതാണ്. ഈ 14 വർഷവും ഞാനിങ്ങനെ വീട്ടിനകത്ത് തന്നെയായിരുന്നു. അധികം എങ്ങനെ അങ്ങോട്ടും ഒന്നിനും പോയിട്ടോ ഒന്നിനുമില്ലേ. ഇപ്പോഴാണ് കുറച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഞാൻ എന്നും ചേട്ടായിട്ട് ഒരു പരാതി പറയുവേ, എന്നെ എവിടെയും കൊണ്ടുപോകുന്നില്ല എന്ന്. അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് പറഞ്ഞു ഇങ്ങനെ ചേട്ടായിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് പുറത്തൊരാളോട് ചേട്ടായെക്കുറിച്ച്, ചേട്ടാ എവിടെയും കൊണ്ടുപോവുകയില്ല, എങ്ങോട്ടും പോകാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് ഒരു പ്രാവശ്യം എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോഴേ, ചേട്ടാ അന്നൊക്കെ എനിക്കിങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടു, അല്ലെ അവരുടെ മുമ്പിൽ നിന്നാണേലും ഇങ്ങനെ ആർഗ്യൂ ചെയ്ത് നിന്നു, അങ്ങനെയായി ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചു, നിനക്ക് ഇത്രമാത്രം വിഷമം ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നേ, നിന്നെ ഞാൻ എവിടെയും കൊണ്ടാകാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പോയി വന്നു കഴിയുമ്പോൾ നീ അനുഭവിക്കുന്ന വേദന ഞാൻ തന്നെയാണ് കാണുന്നത്.
നേരാണ് യാത്ര ചെയ്ത് തിരിച്ച് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എനിക്ക് മാത്രമേ ഉള്ളൂ. ചേട്ടായി ഒന്ന് കാല് തിരുമിത്തായോ കൈ തിരുമിത്തായോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ എവിടെയും കൊണ്ടാകാത്തത്, ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ചേട്ടായി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നേരാണ് ഞാനായി അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടായി, അല്ലെ എവിടെ പോകണം ഇവിടെ. എൻ്റെ വീട് കണ്ണൂരാണ്. ഈ ലൈഫിൻ്റെ ഇടയ്ക്ക് കണ്ണൂർ ബാംഗ്ലൂർ ഇത് വിട്ട് എനിക്കൊരു ലോകമില്ല. നാട്ടിൽ പോകുന്നു, പേരൻസിനെ കാണുന്നു, തിരിച്ചിങ്ങോട്ട് വരുന്നു. ഇവിടുന്ന് ഈ ചുറ്റും ഇങ്ങനെയുള്ളിടത്ത് മാത്രം പോകുന്നു അല്ലാതെ എൻ്റെ ജീവിതം അത്ര ഒതുങ്ങിയില്ലേ. ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞ വർഷമാണ് ഇത്രയും ഞാൻ കർണാടകത്തിൽ താമസിക്കുന്ന ഒരാളായിട്ട് തന്നെ മൈസൂർ പോയതൊക്കെ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോ ഒരു ദിവസം നേഴ്സിംഗ് പഠിക്കുമ്പോൾ പോയെന്നല്ലാതെ, അന്നും എല്ലാവരും ഫ്രണ്ട്സൊക്കെ കൂടി പോയി എന്നല്ലാതെ പിന്നീട് ഞാൻ എങ്ങോട്ടും അങ്ങനെ പോയിട്ടില്ല. അങ്ങനത്തെയൊക്കെ ഒരു ജീവിതത്തിലൂടെ ഞാൻ പോകുന്നതേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എൻ്റെ വേദന വന്നു കഴിയുമ്പോൾ ഞാൻ മക്കളോടും ചേട്ടനും, ഞാൻ വേറെ ആരോടും ദേഷ്യപ്പെടാറില്ല. എൻ്റെ വീട്ടിൽ ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. ഇപ്പം ഞാൻ അവർ പറയുമ്പോഴും അല്ല ആര് പറയുമ്പോഴും ഞാൻ ദേഷ്യപ്പെട്ട് പോവുക അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് വെക്കൊന്നുമില്ല. ഞാൻ ചേട്ടായോട് നന്നായിട്ട് ദേഷ്യപ്പെടും കേട്ടോ. ചേട്ടയ്ക്ക് അറിയാം എൻ്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. ചേട്ടൻ മിണ്ടിയല്ല. ഞാൻ പിള്ളേരോടും ആണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. ഈ 14 വർഷവും ഞാൻ അനുഭവിച്ച വേദന ഞാൻ ചില സമയം ഇരുന്ന് ഓർക്കും. എങ്ങനെ ദൈവം എനിക്കതൊക്കെ സഹിക്കാനുള്ള ശക്തി തന്നത് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളെ ആർക്കും മനസ്സിലാവുകയില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ അവളവിടെ കിടന്ന് ദേഷ്യപ്പെടുന്നു, അയ്യോ എന്നെ ലിജിയുടെ ദേഷ്യം അങ്ങനെയാ ഇങ്ങനെയാ, ദീപക്ക് സങ്കടം, ദീപക്കിന് വിഷമാവും, അല്ല ദീപക്ക് എങ്ങനെ അനുഭവിക്കുന്നത് അങ്ങനെയൊക്കെ പറയും ആൾക്കാർ. പക്ഷേ നമ്മുടെ അവസ്ഥ എനിക്കില്ലായിരുന്നല്ലോ. പിന്നെ ചേട്ടായിക്ക് പറയും, ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ നീ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് നമ്മുടെ കാര്യം നമുക്കേ അറിയത്തുള്ളൂ എന്ന് പറയും. എനിക്ക് ദേഷ്യം, ഞാനിപ്പോൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുള്ളൂ, ദൈവമേ എനിക്ക് എൻ്റെ ദേഷ്യം ഒന്ന് കുറച്ച് തരണേന്ന്. പിന്നെ എൻ്റെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും അയൽവക്കക്കാർക്കോ ആർക്കും ഒരു അസുഖം ഉണ്ടാവില്ലെന്ന് എന്നും എനിക്ക് പ്രാർത്ഥിക്കും. എനിക്ക് എന്ത് വേണേലും തന്നോ, കാരണം അത് സഹിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വന്നു പറഞ്ഞാൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റത്തില്ല. ഈ വേദനയൊക്കെ ഞാൻ അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കാം അവർക്കും അങ്ങനെ വന്നാൽ വിഷമമാണല്ലോ എന്നൊക്കെ. ഇവിടെ മക്കൾക്കൊരു പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യവും സങ്കടവും കരച്ചിലും ആദ്യമൊക്കെയാണ്. കാരണം അവർക്ക് അങ്ങനെ അലർജിയൊക്കെ വരുമ്പോഴത്തേക്കും, ചേട്ടായിക്കൊരു തലവേദന വരുമ്പോൾ ഒക്കെ ഞാൻ ഡൗൺ ആയി പോവുക. കാരണം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാനത് സഹിക്കും. അങ്ങനത്തെയൊക്കെ ഒരു വൃത്തിയുടെ സ്വഭാവം എനിക്ക്. എന്നറിയത്തില്ല. ഞാൻ എന്നിട്ട് എന്നും പ്രാർത്ഥിക്കും എൻ്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കും കേട്ടോ. പുറത്തെ ഒരാളോട് പോയി എൻ്റെ സങ്കടം പറയാനോ ഒന്നിനുമില്ല. ഇപ്പം ഞാൻ ആരും വിളിക്കാറുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ജീവിക്കുന്നു. ഈ യൂട്യൂബിൽ ചുമ്മാ ഇരുന്നിട്ട് വീഡിയോ ഇടുന്നു. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എന്തെങ്കിലും ഒന്ന് നേടണമെന്ന്. കാരണം പഠിച്ചു, ഇത്ര ലക്ഷം മുടക്കി പഠിച്ചു, അതിന് ഉപകാരമില്ലാതായിപ്പോയി, ഒന്നും നടന്നില്ല, ഒന്നും നേടിയില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചുമ്മാ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എൻ്റെ സമാധാനത്തിന് വേണ്ടി അങ്ങനെ അങ്ങ് ഇടുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാനിവിടെ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നു ഇവക്ക് എന്നാത്തിനാണ് ഇവിടെ വന്നിങ്ങനെ പറയേണ്ടതെന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിച്ചതേ ഉള്ളൂ, എൻ്റെ സങ്കടം കുറച്ചൊന്ന് മാറാൻ വേണ്ടി മാത്രം. കാരണം ഓരോരുത്തർ അനുഭവിക്കുന്നവർക്ക് അവരുടെ വിഷമം മനസ്സിലാവുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു കോമാളിത്തരമോ അല്ലെങ്കിൽ അതൊരു വിഷമമോ അല്ലെങ്കിൽ എന്താ പറയുക, അവൾക്ക് എന്തിൻ്റെ കേടാ അല്ലെ അവർക്ക് എന്തിൻ്റെ കുറവാണ് എന്നൊക്കെ പറയും. പക്ഷെ ഓരോരുത്തരുടെ ഉള്ളിലെ സങ്കടങ്ങൾ അവർക്കല്ലേ അറിയത്തുള്ളൂ. നമുക്ക് നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ പകുതി സമാധാനം ഉണ്ടാവും. എനിക്കുണ്ട് കേട്ടോ, കുറച്ച് കൂട്ടുകാരുണ്ട്. ഞങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യും, എൻ്റെ സങ്കടങ്ങൾ പറയും. എന്നും രാത്രിയാകുമ്പോൾ ഒന്ന് വിളിച്ച് സംസാരിക്കുന്ന പിള്ളേരുണ്ട് കേട്ടോ. അവരൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നിന്ന് പോകുന്നതെന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളും എൻ്റെ ചേട്ടയും എനിക്ക് ദൈവം തന്നൊരു നിധിയാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ലോകം എനിക്കില്ല. പിന്നെ എന്നും എൻ്റെ പേരൻസിനെ വിളിക്കും, രാവിലെ ഏറ്റ് വിളിക്കും, അല്ല അവരിങ്ങോട്ട് വിളിക്കും. ഇത് മാത്രമല്ല, വേറെ ആരെയും വിളിക്കാനോ അങ്ങനെ ഒന്നിനും പോകാറില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഒന്ന് ഓർക്കണം കേട്ടോ. എൻ്റെ മനസ്സിനൊരു സമാധാനമില്ല, അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ. എന്നെ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ പറയുന്നതിലോ അല്ലെങ്കിൽ ചെയ്യുന്നതിലൊക്കെ കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് എഴുതണം കേട്ടോ. എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല, കാരണം ഞാനിതൊക്കെ കേട്ടും തഴഞ്ഞൊക്കെ ആയിട്ടുള്ളതാണല്ലോ, ഇങ്ങനെയങ്ങ് പോകുന്ന ഒരാളാണല്ലോ. വേറെ ഒന്നും പറയാനൊന്നുമില്ല. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, വീഡിയോയുടെ മുമ്പിൽ വന്നപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. ഓക്കെ, ബൈ. പിന്നെ കാണാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട്.